അഞ്ചരക്കണ്ടി കണ്ണൂർ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ എം.കെ. റാമിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. 2026 ഏപ്രിൽ 25-നാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഒന്നാം പ്രതിയായ ഡോക്ടർ എം.കെ. റാമിന് കോടതി ജാമ്യം നിഷേധിച്ചു. എന്നാൽ രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. നിതിൻ രാജിനെ ഡോക്ടർ റാം ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള ഗൗരവമേറിയ വകുപ്പുകൾ പ്രതിക്കെതിരെ നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. താൻ കർണാടകയിലെ ഒരു പട്ടികജാതി വിഭാഗത്തിലെ ബജേന്ദ്രി സമുദായത്തിൽപ്പെട്ടയാളാണെന്നും അതിനാൽ ജാതി അധിക്ഷേപ വകുപ്പ് നിലനിൽക്കില്ലെന്നും ഡോക്ടർ റാം കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം OBC വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. നിതിൻ കെട്ടിടത്തിൽ നിന്ന് ചാടിയത് സഹതാപം കിട്ടാനാണെന്ന് ഡോക്ടർ റാം സഹപാഠികളോട് പറഞ്ഞതായി പ്രോസിക്യൂഷൻ വെളിപ്പെടുത്തി. ഇത് പ്രതിയുടെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നുവെന്ന് കോടതി കണക്കിലെടുത്തു. കേസിൻ്റെ പശ്ചാത്തലം: അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 3-ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. മരണത്തിന് മുൻപ് നിതിൻ അയച്ച ശബ്ദ സന്ദേശങ്ങളിൽ അധ്യാപകരിൽ നിന്ന് നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. നിലവിൽ പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോടതി വിധി വന്ന സാഹചര്യത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്.